കൊഞ്ച് കിട്ടുമ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ്. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 650 ഗ്രാം കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളന്ന് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുള്ളതാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും കൂടി പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളും നമ്മൾ അരച്ച മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും മസാല പുരളത്തക്ക രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൊഞ്ചെല്ലാം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരമൊന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് മാത്രമേ ഞാനൊരു സൈഡ് കുക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വശം ഒന്ന് കുക്കായി വന്ന സമയം നമ്മൾ വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി ഒരു 2-2.5 മിനിറ്റ് പോലും നമ്മളിത് കുക്കാക്കി എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അങ്ങനെ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെയാണ് കേട്ടോ മസാല റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു മീഡിയം സൈസ് 3 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എൻ്റെ മുളക് കിടന്ന് പഴുത്ത് പോയി കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴന്ന് വരണം. അങ്ങനെ നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് രൂപത്തിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ആ തക്കാളിയിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ തക്കാളിയിലെ വെള്ളം എല്ലാം വറ്റി തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറഞ്ഞ ഒരു പരുവത്തിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതായത് കുറുകിയ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. നമ്മൾ കൊഞ്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. ആ രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് മൊത്തം 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് കൊടുത്ത ശേഷം ഒത്തിരി നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കൊഞ്ചിൽ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക്. സൂപ്പർ ടേസ്റ്റാണിത്. അങ്ങനെ കൊഞ്ചും ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി കിട്ടില്ല ടേസ്റ്റിലൊരു കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കിടിലൻ ടേസ്റ്റിൽ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ.
അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.